ചരിത്രം കുറിച്ച് നാസയുടെ ചാന്ദ്രദൗത്യമായ ആർടെമിസ് 2 ചന്ദ്രന്റെ മറുവശം ചുറ്റിയ ഓറിയോൺ പേടകം ചന്ദ്രന് ചുറ്റും യാത്ര തുടരുകയാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചെന്ന റെക്കോർഡും സംഘം സ്വന്തമാക്കി. വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ആർടെമിസ് 2. ചന്ദ്രന്റെ മറുവശം ചുറ്റി ഇപ്പോൾ ഓറിയോൺ പേടകം ചന്ദ്രന് ചുറ്റും യാത്രയൊക്കെ തുടരുകയാണ്. ഏകദേശം നൂറ്റാണ്ടിന് ശേഷമാണ് ചന്ദ്രന്റെ ആകർഷണ വലയമൊക്കെ കടന്ന് മനുഷ്യൻ എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പുതിയ ഒരു ചരിത്രം തന്നെയാണ് ഇന്ന് ആർടെമിസ് 2 ദൗത്യസംഘം ഓറിയോൺ പേടകം കുറിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും ദൂരത്തിൽ, അതായത് ഭൂമിയിൽ നിന്ന് മനുഷ്യൻ സഞ്ചരിച്ചതിൽ ഏറ്റവും അകലത്തിൽ, ഏറ്റവും ദൂരത്തിൽ ഓറിയോൺ പേടകം, ആർടെമിസ് 2 ദൗത്യസംഘമുള്ള ഓറിയോൺ പേടകം എത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2,52,757 മൈലാണ് സഞ്ചരിച്ചത് ഓറിയോൺ പേടകം. അതായത് ഏതാണ്ട് 4 ലക്ഷം കിലോമീറ്ററുകളാണ് ഇത്തരത്തിൽ ഓറിയോൺ പേടകം ഈ 4 അംഗ സംഘവുമായി സഞ്ചരിച്ചത് എന്നുള്ളതാണ്. അത് ചരിത്രത്തിൽ ആദ്യമായാണ്. അപ്പോളോ 13 ദൗത്യസംഘത്തിന്റെ റെക്കോർഡ് മറികടന്നാണ് ആ മുന്നേറ്റം ഈ ദൗത്യസംഘം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും ദൂരത്തിലേക്ക് എത്തി എന്നുള്ളത് ആ ഒരു റെക്കോർഡിനൊപ്പം തന്നെ 54 വർഷത്തിന് ശേഷം ചന്ദ്രനെ ചുറ്റി ആ ഓറിയോൺ പേടകം യാത്ര തുടരുകയാണ് എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടി 4:15 ഓറിയോൺ പേടകം അതിൻ്റെ ഇന്നലെ രാത്രിയോടെ ഫ്ലൈ ബൈ ദൗത്യം തുടങ്ങി. അതായത് ചന്ദ്രനെ ചുറ്റുന്ന ആ ഒരു ഇത് തുടങ്ങുകയും പിന്നീട് ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും ദൂരത്തിലുള്ള പോയിന്റിലേക്ക് എത്തി. അതിനുശേഷം ചന്ദ്രൻ്റെ പിറകു വശത്തേക്ക്, അതായത് നമ്മൾ കാണുന്ന ചന്ദ്രൻ്റെ അതിൻ്റെ പിറകു വശത്തേക്ക് ഈ ഓറിയോൺ പേടകം പോയി. 40 മിനിറ്റോളമാണ് പുറകുവശത്ത് ഈ ചന്ദ്രൻ ഈ ഓറിയോൺ പേടകം അതിൻ്റെ സഞ്ചാരമുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ ഭൂമിയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. കമ്മ്യൂണിക്കേഷനുകളെല്ലാം തന്നെ വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ്. 40 മിനിറ്റോളം ആ പ്രോസസ്സ് നീണ്ട്. 40 മിനിറ്റിന് ശേഷം ഈ ദൗത്യസംഘത്തിലെ ക്രിസ്റ്റീന കോച്ച് ആണ് ആദ്യം സംസാരിച്ചത്. ഈ ഞങ്ങൾ ഭൂമിയെ വീണ്ടും കാണുന്നു, ഭൂമിയെ തന്നെയാണ് എപ്പോഴും ഫസ്റ്റ് ചോയ്സ് എന്നടക്കമുള്ള ഭൂമിയെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവരാണ് ഈ 40 മിനിറ്റത്തെ ഒരു ബ്ലാക്ക് ഔട്ട് പൂർത്തിയാക്കി വരുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച, അത് 6 മണിയോടുകൂടിയാണ് ഇതിൽ സംഭവിച്ചത്. മനുഷ്യൻ ഒരിക്കലും കാണാൻ വേണ്ടി, ഭൂമിയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയാത്ത സൂര്യഗ്രഹണം, പൂർണ്ണ സൂര്യഗ്രഹണവും ഈ ദൗത്യ സംഘം ദർശിച്ചു എന്നുള്ളതാണ്. 6 മണിയോടുകൂടിയാണ് അത് തുടങ്ങിയത്. അത് പൂർത്തി ആവുകയും ചെയ്തു. അത് മനുഷ്യൻ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു കാര്യം ആണ്. ഇത് ഈ ദൗത്യസംഘത്തിലെ വിക്ടർ ഗ്ലോവർ അദ്ദേഹം പറഞ്ഞത് ഭൂമി വളരെ തിളക്കമുള്ളതായി കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അത് ഭൂമിയുടെ തിളക്കമാണ്. ഈ ഇരുട്ടിന് പിന്നിൽ നോക്കുമ്പോൾ ഭൂമിയുടെ തിളക്കമാണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ആ ഒരു വലിയ അത്ഭുതം, അതിനെ വിവരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുകൂടി ഗ്ലോവർ പറയുകയും ചെയ്തു. ഏതായാലും ആ ദൗത്യം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ദൗത്യസംഘം ഭൂമിയിലേക്കുള്ള യാത്രയാണ്. ഇതിനിടയിൽ ചില പരീക്ഷണങ്ങളൊക്കെ ഈ ദൗത്യസംഘം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യർക്ക് ചന്ദ്രനിലേക്ക് ഉള്ള യാത്ര നടത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ചന്ദ്രനെ ചുറ്റിയുള്ള, ഭ്രമണപഥം ചുറ്റിയുള്ള യാത്ര എന്ന് പറയുന്നത്. അതിൽ ചില ടെക്നിക്കൽ പരീക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പരീക്ഷണങ്ങളൊക്കെ ഈ ദൗത്യസംഘം നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാവിയിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര വളരെ സുഗമമാക്കുക എന്ന ലക്ഷ്യമാണ് ആർടെമിസ് 2 ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ ദൗത്യസംഘം ചന്ദ്രന് ചുറ്റും എത്തുന്നത്. ഏതായാലും പുതിയ ചരിത്രങ്ങൾ കുറിച്ചുകൊണ്ട് മനുഷ്യൻ ആ ഒരു യാത്ര തുടരുകയാണ്. ഇനി 10 ദിവസങ്ങളിൽ ഉള്ള യാത്ര അല്പ ദിവസങ്ങൾക്കകം തന്നെ സമാപിക്കും. ഏപ്രിൽ 2-നാണ് ഓറിയോൺ പേടകം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് SLS റോക്കറ്റ് വഴി കുതിച്ച് ഉയർന്നത്. ഏതായാലും ഇന്നലെ ഉച്ചയോടുകൂടി അത് ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ്
ഫ്ലൈ ബൈ ദൗത്യം തുടങ്ങുന്നത്. ആ ഘട്ടത്തിൽ അത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 2 ലക്ഷത്തോളം മൈൽ ദൂരത്തിലേക്ക് എത്തി. അതിനുശേഷമാണ് പിന്നീട് ചന്ദ്രൻ്റെ പിറകുവശത്തേക്ക് എത്തിയത്. 40 മിനിറ്റോളം നീണ്ട യാത്ര. അതിനുശേഷം അവർ ഇപ്പോഴും ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സൂര്യഗ്രഹണമൊക്കെ ദർശിച്ചുകൊണ്ട് ഈ സംഘം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ചരിത്രം കുറിച്ചിരിക്കുകയാണ് നാസയുടെ ചാന്ദ്ര ദൗത്യമായ ആർട്ടമിസ് 2. ചന്ദ്രന്റെ മറുവശം ചുറ്റി ഓറിയോൺ പേടകം ഇപ്പോഴും ചന്ദ്രന് ചുറ്റും യാത്രയൊക്കെ തുടരുകയാണ്. എന്തായാലും ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചെന്ന റെക്കോർഡൊക്കെ ഈ ഒരു സംഘം സ്വന്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജ്.